ഹലോ എല്ലാവർക്കും പ്രൈമ സ്റ്റോഡീസിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഇന്ന് നമ്മുടെ ബ്ലെൻഡർ മീഡിയ എന്ന് പറയുന്ന നമ്മുടെ സീരീസിൻ്റെ 13ാമത്തെ എപ്പിസോഡിലോട്ടാണ് പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ക്യാമറ ആഡ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത് നിർത്തിയത് ഈ ഒരു സീനിലാണ്. അപ്പോൾ നമുക്ക് സൈക്കിൾസ് റെൻഡർ എഞ്ചിനിലോട്ട് പോവാം. എന്നിട്ട് റെൻഡർ വ്യൂ മോഡ് പോകുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം ലൈറ്റ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഷെയ്ഡിങ് വർക്ക് സ്പേസിലോട്ട് പോവാം. നമ്മളിപ്പോൾ ശരിക്കും ഒരു ലൈറ്റ് അല്ല ആഡ് ചെയ്യുന്നത്, ഒരു 360 ഡിഗ്രി HDRI ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതൊരു ഇമേജ് അല്ല, നമ്മുടെ ബ്ലെൻഡറിൽ പ്രീമെയ്ഡായിട്ട് വരുന്ന ഒരു സ്കൈ ടെക്സ്ചറാണ്. ഈ ഒരു ടെക്സ്ചർ ഉപയോഗിച്ച് നമുക്ക് അതിൽ വരുന്ന സൂര്യൻ്റെ പൊസിഷൻ, സൈസ്, ഇൻറ്റൻസിറ്റി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റിൽ നിന്ന് വെള്ളിലോട്ട് വരിക, എന്നിട്ട് ന്യൂ എടുക്കുക, സ്കൈ ടെക്സ്ചർ കടലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോഴേ നമുക്ക് കാണാൻ പറ്റും ലൈറ്റ് വരുന്നതായിട്ട്. അതിൻ്റെ കൂടെ നമുക്ക് റെൻഡർ റീജിയൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ അപ്പോഴ് നമ്മുടെ ക്യാമറ വ്യൂ മാത്രമേ അതിൽ റെൻഡർ ആകത്തുള്ളൂ. അപ്പോൾ സൺ റൊട്ടേഷൻ നമുക്ക് അറിയണം. അവിടെയാണ് നമ്മുടെ സൂര്യൻ ഇരിക്കുന്നത്. അപ്പോൾ ഒരു 90 എടുക്കുന്ന ആ സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ -90. ഇനി നമുക്ക് ക്യാമറ വ്യൂയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കണ്ടറിയാം ഇവിടെ ആ ഒരു സൂര്യൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എലിവേഷൻ ഒന്ന് കുറച്ച് കൊടുക്കാം. ഒരു ഈവനിങ് സീനാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഈ ഒരു ഞാൻ നേരത്തെ കാണിച്ച റെൻഡറിലും ഒരു ഈവനിങ് സീനാണ്. ആ ഒരു സാധനം കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് മാറ്റുക. ഇനി ഈ ഒരു ഔട്ട്പുട്ട് റെസൊല്യൂഷൻ 1920x1080 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 1080x1080 ആണ് വേണ്ടത്. അപ്പോൾ 1080x1080 എന്ന് മാറ്റി കൊടുക്കുക. ഔട്ട്പുട്ട് പ്രോപ്പർട്ടീസിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് മാറ്റാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു ലൈറ്റിങ് കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു വ്യൂ 2 എണ്ണമാക്കി മാറ്റാൻ പോവാണ്. ഒന്നിൽ ഇവിടെ ഈ ഒരു പാനലൊന്ന് ക്ലോസ് ചെയ്യാം. അതിനുവേണ്ടി T പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൂൾ ബാർ പോവും. എന്നിട്ട് സ്ക്രോൾ ചെയ്ത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ ഓവർലേസ് എന്ന ബട്ടണും ഈ ഷോ ഗിസ്മോ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണും കൂടെ പ്രസ് ചെയ്ത് നമുക്കത് മാറ്റാം. എന്നിട്ട് റെൻഡർ വ്യൂയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ റെൻഡർ വ്യൂവും കാണാൻ പറ്റും. ഈ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു വ്യൂവിൽ തന്നെ ലൈവായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ അത് നമുക്ക് അറിയാനും പറ്റും. Shift A പ്രസ് ചെയ്തൊരു ലൈറ്റ്, ഒരു സ്പോട്ട് ലൈറ്റ് ആഡ് ചെയ്യാം. ഇൻറ്റൻസിറ്റി ഇപ്പോഴത്തേക്ക് 1000 കൊടുക്കുകയാണ്. പിന്നീട് നമുക്ക് മാറ്റാം. ഇനി ഈ ഒരു ലൈറ്റും ക്യാമറയും കൂടെ ഞാനൊരു പുതിയൊരു കളക്ഷനിലോട്ട് മാറ്റാൻ പോകുന്നു. എക്സ്ട്രാസ് ഈ ഒരു റൂമിൻ്റെ ഒബ്ജക്റ്റ് വെളിയിൽ തന്നെ അറിയും. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു സീനിൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കപ്പിൻ്റെ അങ്ങോട്ട് സൂം ചെയ്ത് പോയതിനു ശേഷം Shift A പ്രസ് ചെയ്ത് ക്യാമറ ആഡ് ചെയ്യുക. എന്നിട്ട് Ctrl+Alt+0. അപ്പോൾ നമ്മുടെ ആ ഒരു ക്യാമറ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റിലോട്ട് ലോക്ക് ആയിട്ടുണ്ട്. ക്യാമറ ടു വ്യൂ ഒന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് N പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ സൈഡ് പാനൽ ഓപ്പൺ ആവും. എന്നിട്ട് വ്യൂ ലോക്കിൽ ക്യാമറ ടു വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ആംഗിള് നമുക്ക് ചൂസ് ചെയ്യാം. ക്യാമറ വ്യൂവിൽ വെച്ച് തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ആംഗിൾ ചൂസ് ചെയ്യുന്നു. ഇത് വീണ്ടും വ്യൂ ക്യാമറ അതൊന്ന് ഡിസേബിൾ ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു സീൻ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അടുത്ത പാർട്ടിൽ നമുക്ക് ഫൈനൽ ആനിമേഷൻ ഒന്ന് കൊടുക്കാം. താങ്ക് യു.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. താങ്ക് യു.